റിയാദിൽ നിന്നും മസ്കറ്റിൽ നിന്നും വിമാനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയെന്ന വാർത്ത കോഴിക്കോട് നിന്ന്. റിയാദിൽ നിന്നുള്ള ഫ്ലൈനാസ്, മസ്കറ്റിൽ നിന്നുള്ള സലാം എയർ എന്നിവയാണ് കരിപ്പൂരിൽ ഇന്നലെ എത്തിയത്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ തത്സമയം ചേരുന്നു. പറയൂ ഗൂഗിൾ. ഗുഡ് മോർണിംഗ്. ഇന്നലെ 3 സർവീസുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ 2 സർവീസുകൾ ഇതിനോടകം തന്നെ നടന്നു. സലാം എയർ, ഫ്ലൈനാസ് എന്നിവയുടെ സർവീസുകളാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. സലാം എയർ രാവിലെ 5:04-നും ഫ്ലൈനാസ് രാവിലെ 6-നുമാണ് എത്തിച്ചേർന്നത്. ഈ 2 സർവീസുകളും തിരികെ മസ്കറ്റിലേക്കും റിയാദിലേക്കും തിരിച്ചിട്ടുണ്ട്. സലാം എയർ 6:08-നും മസ്കറ്റിലേക്കും, ഫ്ലൈനാസ് 7:27-ന് റിയാദിലേക്കുമാണ് സർവീസ് നടത്തിയിട്ടുള്ളത്. ഇന്നലെ ഫ്ലൈനാസ് സൗദിയ എയർലൈൻസ്, ഒമാൻ എയർവേസ് എന്നിവയുടെ സർവീസും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. ഒമാൻ എയറിന്റെ സർവീസ് ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 7:45-ന് കരിപ്പൂരിലേക്ക് എത്തുന്ന പോലെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ എത്തിച്ചേരുമോ എന്നുള്ളതിനെ സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത ഒന്നും വരുന്നില്ല. ഇന്നലെ ഏകദേശം 40-ലധികം സർവീസുകൾ അവിടെ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് തിരിച്ചുമുള്ള 40-ലധികം സർവീസുകൾ റദ്ദാക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്നലെ നടത്തിയ ഫ്ലൈനാസും സൗദി എയർലൈൻസും ഇന്ന് സർവീസ് നടത്തിയിട്ടുണ്ട്. ക്ഷമിക്കണം, സൗദി എയർലൈൻസിന്റെ സർവീസ് ഇന്നില്ല എന്നാണ് അറിയുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സൗദി എയർലൈൻസിന്റെ സർവീസ് ഉള്ളത്. അതേസമയം ഇന്നലെ സർവീസ് നടത്തിയ ഫ്ലൈനാസ് ഇന്ന് സർവീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എത്തിച്ചേർന്ന സമയത്തിൽ ചെറിയ മാറ്റമുണ്ടായിരുന്നു. 2 മണിക്കൂർ വൈകിയാണ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഇന്നലെ സർവീസ് നടത്തിയ ഒമാൻ എയർവേസിന്റെ ഷെഡ്യൂളും ഇന്ന് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 7:45 ഇവിടെ എത്തുന്നത് പോലെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.